ഇങ്ങോട്ട് നോക്കിയാൽ എൽഡോ അവിടെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞത് എൽഡോ ഇങ്ങോട്ട് നോക്കിയാൽ ഷാസ് ഷൗക്കത്ത് ഒരു സൗഹൃദത്തിൻ്റെ ഞാൻ ആ സിനിമയുടെ ഭാഗമായി എന്നെ വിളിച്ച് ഞാൻ അവിടെ ചെന്നു. എനിക്ക് മനസ്സിലായത് ഒരു വലിയൊരു സൗഹൃദത്തിൻ്റെ ഒരു കൂട്ടായ്മ ഈ സിനിമയിൽ മുന്നിലും പിന്നിലുമുണ്ട്. പരമാവധി എല്ലാം ഒതുക്കി ചെയ്യുന്ന രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടി 2 ഷെഡ്യൂളായി ഞാൻ 2 ദിവസം അത് ഇവരുടെ ഒരു പ്ലാനിങ് വലിയ ബഡ്ജറ്റൊന്നും ഉപയോഗിച്ചല്ല ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവരുടെ പ്ലാനിങ് ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു ഭയങ്കര കണക്ട് ചെയ്ത് ഒരു സസ്പെൻസിലേക്ക് എത്തുന്ന ഒരു ആക്ഷൻ ത്രില്ലർ മൂവി. അതിൽ എൻ്റെ ക്യാരക്ടർ ഭയങ്കര രസമുള്ളൊരു അച്ഛനാണ്. സിനിമ തിയേറ്ററിൽ പോയി കാണണം. പിന്നെ ഈ സൗഹൃദത്തിൻ്റെ ഈ കൂട്ടായ്മയിൽ നിന്നുണ്ടാകുന്ന സിനിമകളെ നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. തിയേറ്ററിൽ തന്നെ പോയി നമ്മളത് കാണുകയും ഈ ചെറിയ സിനിമകളെ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ മലയാളത്തിൽ നമ്മൾ വിചാരിക്കും വലിയ സിനിമകൾ മാത്രം വാഴുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. ഒരിക്കലുമല്ല. അതിൽ ചെറിയ സിനിമകൾ വിജയിക്കുകയൂടെ ചെയ്യുമ്പോഴാണ് പുതിയൊരു ലോകമുണ്ടാകുന്നത്. തെലുങ്ക് സിനിമ എന്ന് പറയുന്ന മൂവി ഈ കൂട്ടായ്മ അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതാണ്. മേജർ രവി സാറ്, നിഷാന്ത് സാഗർ, അതുപോലെ അബു സലീം, വളരെ സീനിയറായിട്ടുള്ള ഇവരൊക്കെ ആയിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം മറ്റൊരു വസ്തുണ്ട്. ഗംഭീരമായിട്ടായിരുന്നു ഈ ടീം ഈ ഓരോ സീനുകളും വർക്ക് ചെയ്യുന്നത്. ഒരു തരത്തിൽ സാധാരണയൊക്കെ സെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ മണിക്കൂറുകളോട് നമ്മൾ ഈ ബുദ്ധിമുട്ടി വിഷമിച്ച് അവരുടെ ഒരു പ്ലാനിങ് ഒരു കൂടെ ഓടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അത് വിജയവും അവരുടെ പ്ലാനിങ് തന്നെയാണ്. അപ്പോൾ ആ പ്ലാനിങ് തീർച്ചയായിട്ടും സിനിമയുടെ ടോട്ടൽ ഇതിനകത്തുണ്ട്. പിന്നെ മ്യൂസിക്കും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്ത് പിന്നെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്നൊക്കെ ഏറ്റവും നല്ല സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു.